കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് അടുത്ത ചിന്താവിഷയമായിട്ടിരിക്കുന്നത്. 9-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനോട് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. വളരെ ശക്തമായ പ്രബോധനങ്ങളാണ് ദൈവമക്കളെ. റോമാലേഖനം എല്ലാ അധ്യായങ്ങൾക്കും അതിൻ്റെതായ പഠനങ്ങളുണ്ട്. എസ്പെഷ്യലി 6, 8, 12 അധ്യായങ്ങളൊക്കെ 100 പ്രാവശ്യം വായിച്ചു പഠിക്കണം. ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്. ദൈവസഭയുടെ നടപടിക്രമമാണ്, ദൈവസഭയുടെ ഉപദേശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഉപദേശം പറയാതെ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെ പഠിപ്പിച്ച ദേവദാസന്മാരെ പറഞ്ഞത്, കുറ്റപ്പെടുത്തിയത്. സഭയെ ഉപദേശം പഠിപ്പിക്കാതെ സഭയെ സങ്കീർത്തനം പഠിപ്പിക്കുക. സങ്കീർത്തനം ആരുടെ കാലഘട്ടങ്ങളിൽ എഴുതിയതാ? ആരുടെ കാലഘട്ടങ്ങളിൽ എഴുതിയത്? ന്യായപ്രമാണ കാലഘട്ടത്തിൽ എഴുതിയ. അതിൻ്റെ രചനയും അതിൻ്റെ സ്വഭാവം അതനുസരിച്ചാ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. മോശയും ന്യായപ്രമാണവും യോഹന്നാൻ സ്നാപകൻ വരെ. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു വഴികാട്ടിയായി വന്നു. യേശുക്രിസ്തു വന്ന പ്രമാണം തിരുത്തി. ന്യായപ്രമാണ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു കുഷ്ഠരോഗി വന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക? മോശ പുരോഹിതനെ കാണിച്ച് വിധിപ്രകാരം ചെയ്യാൻ പറഞ്ഞു. കാരണം അവർ ന്യായപ്രമാണ കാലഘട്ടത്തുള്ളവരാ. യേശുക്രിസ്തു വന്ന് ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തി ചെയ്തു. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവരെ പഠിപ്പിച്ചു. 3 വർഷം കൂടെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചു. യേശുക്രിസ്തു മരിക്കുന്നതിന് മുൻപ് ഉപദേശം മുഴുവൻ അവരെ ഏൽപ്പിച്ചു. പിതാവേ, നീ എനിക്കുന്നെന്ന് വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ അവരെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താലിൽ വിശ്വസിക്കാതിരിക്കുന്നവരോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ ലോകത്തിൽ ഇവരെ വഹിക്കുന്നു. അങ്ങനെ അപ്പോസ്തലന്മാർ പോയി പ്രസംഗിച്ചു, സഭയുണ്ടാക്കി. ആ സഭയുണ്ടായപ്പോൾ ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്ന് കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളിൽ ശിഷ്യരാക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ മഹാന്മാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അവർ പണ്ടാരാണ്ട് തുടങ്ങി വെച്ച തെറ്റുകളെ തന്നെ ഇപ്പോഴും അനുവർത്തിച്ചുകൊണ്ടിരിക്കുക. തെറ്റാണെന്ന് വചനത്തിലൂടെ ബോധ്യപ്പെട്ടാലും തിരുത്താൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ദൈവത്തിന് ഇതിനെ വേണ്ട. പിന്നെ സാത്താനും വേണം. സാത്താൻ എല്ലാവരും വേണമല്ലോ. മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ്റെ നാവാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതുപോലെ സാത്താൻ ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യൻ്റെ നാവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം മനുഷ്യരെ എടുത്ത് ഉപയോഗിക്കും, അതുപോലെ പിശാചും മനുഷ്യരെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവ വ്യവസ്ഥ മാറ്റപ്പെട്ടാൽ പിന്നെ പിശാചാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. മത്തായി 7:22 എന്താ എഴുതി വെച്ചേക്കുന്നത്? മത്തായി 7:22 വായിച്ചിട്ടില്ലേ? നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടില്ലേ ആ ഭാഗങ്ങള്? ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. ദൈവത്തിൻ്റെ അത്ഭുതമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്, പക്ഷേ നിങ്ങൾ ജീവിതമില്ല, വ്യവസ്ഥ വിട്ടായിരുന്നു, പോക്കായിരുന്നു. ഇവിടെ ലോകത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം കർത്താവെ എന്നല്ലേ വിളിക്കണേ? അല്ല, വ്യവസ്ഥ പ്രകാരം നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. വ്യവസ്ഥ തെറ്റിച്ചല്ലേ ഓരോരുത്തരും വിളിക്കുന്നേ. കർത്താവിൻ്റെ ശിഷ്യന്മാരായ ഫോളോവേഴ്സ് ചെയ്തു തന്ന അതേ രീതികളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിൻ്റെ കൂടെ നടന്നവർ അവരല്ലേ. ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞത് നമ്മൾ ചെയ്തോളതിൽ അപ്പുറം കയറി ചെയ്യരുത്. കുറച്ച് ചെയ്യരുത്, കൂട്ടും ചെയ്യരുത്. ഹല്ലേലൂയ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനോട് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളു. നിർവ്യാജ സ്നേഹം എവിടെ കിടക്കുന്നത്? അടുത്ത അധ്യായത്തിൽ അടുത്ത പുസ്തകത്തിൽ കിടക്കുക. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ കിടക്കുക. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്രേ.
എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കൊണ്ട് വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം എന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടാനിപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചൂർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കിടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനുമായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? സ്നേഹമാണ് ഏറ്റവും പരമപ്രധാനം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ദൈവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുകൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. ഇന്നത്തെ പാസ്റ്റർമാർ വ്യവസ്ഥ വിട്ടു പോകുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന പ്രമാണിക്കും. അപ്പൊ കർത്താവിനെ സ്നേഹിക്കാത്തവരവർ കാശുണ്ടാക്കാൻ നടക്കുന്നവരാ. എന്നെ സ്നേഹിക്കുന്നവർ കൽപ്പന പ്രമാണിക്കും. കർത്താവ് പറഞ്ഞ കൽപ്പനകളല്ല, അപ്പോസ്തലന്മാർ പറയുന്ന കൽപ്പനകളല്ല. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 13:37. കർത്താവിൻ്റെ കൽപ്പനകളാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അപ്പോസ്തലന്മാർ പറയുന്നത് മുഴുവൻ. അതനുസരിച്ചോണം നമ്മൾ. അതനുസരിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം ഇല്ല, ഒരു സംശയവും വേണ്ട. കറക്റ്റ് തീർത്തും ഞാൻ പറയുക. കാരണം കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടില്ല. കർത്താവ് സംസാരിക്കാൻ എന്നോട് പറയാൻ ഏൽപ്പിച്ചൊരു ഗ്രൂപ്പുണ്ട്. അതാണ് കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയെന്നൊക്കെ പറയുന്നത്. ഞാൻ പല പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം, ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വിഷയങ്ങൾ ആഴത്തിൽ പതിയണം. കോൺക്രീറ്റ് ആടി തറച്ചതുപോലെ തറക്കണം. അതിനുവേണ്ടിയായി പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആരും നമ്മളെ തെറ്റിക്കില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിങ്ങളെ ഉറപ്പിക്കുക ചെയ്യുന്നത്. ഉപദേശം പഠിച്ച് അതനുസരിച്ച് അത് നമുക്ക് തറവാകണം. ദൈവത്തിൻ്റെ വചനങ്ങളാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. കർത്താവ് തരുന്ന ഉപദേശങ്ങളാണ് അപ്പോസ്തലന്മാർ തരുന്നത്. അല്ലാതെ ഒരു പാഴ്വാക്ക് പറയുകയല്ല. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. 1 തിമോഥെയോസ് 1:5 ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നു. 3-ാം വാക്യം. പരിശുദ്ധാത്മാവിലാണ് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇല്ലാത്ത സ്നേഹമൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഹല്ലേലൂയ. ഞാൻ പോട്ടെ. സഹോദര പ്രീതിയിൽ തമ്മിൽ സായി പോട്ട് ബഹുമാനിക്കുന്നതിൽ അന്യോട്ട് മുന്നിട്ട് കൊള്ളുക. അന്യോന്യം ബഹുമാനിക്കുക. ദൈവവചന വ്യവസ്ഥ പാലിച്ച് ജീവിക്കുന്നവർ തമ്മിൽ ബഹുമാനിക്കുക. ഇന്നത്തെ ബഹുമാനമൊക്കെ ഞാൻ പുറത്ത് പറയുന്നില്ല. ഒരു സെൻട്രൽ പാസ്റ്ററിൻ്റെ കീഴ് പാസ്റ്റർ ബഹുമാനിക്കുന്നത് പ്രൊമോഷൻ, സ്ഥലം മാറ്റം കിട്ടുമ്പോൾ നല്ല തവ കിട്ടാനാ. കോഴിയിറച്ചിയും മൂത്രാഴ്ചയൊക്കെ കൊടുത്ത് പുള്ളിയെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ? നല്ല തവ കിട്ടണം. അന്യോന്യം ബഹുമാനിക്കുന്നത് എന്തെങ്കിലും കിട്ടിപ്പോര് കിട്ടാകാനാ. ഇവിടെ അതിനല്ല ബഹുമാനിക്കാൻ പറയുന്നത്. അന്യോന്യം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എൻ്റെ ഈ ഒരു കൈ, മറ്റേ കൈ, എൻ്റെ ഈ ഒരു കയ്യിൽ, വലത് കയ്യിൽ ഒരു കരിമരുണ്ട്. ഇടത് കൈ എന്താ ചെയ്യുന്നത്? വെള്ളത്തിലോട്ട് കാണിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ഉരച്ച് ആ കയ്യിലെ വലത് കയ്യിലെ അരക്ക് കളയുന്നത്. ആ ഒരു അവയവം മറ്റോ അവയവത്തിന് അതുപോലെ സഹായം ചെയ്യണം. മുഖമാകുന്ന അല്ല, എൻ്റെ ചെവിയിലോ എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് വരട്ടു, മറ്റേ കൈ എന്ത് ചെയ്യുന്നു? ആ അഴുക്ക് പറ്റിയ അവയവത്തിലെ അഴുക്ക് തുടച്ചു കളയാ ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ വന്നാൽ വചനം പറഞ്ഞ് അവരെ ശുദ്ധീകരിച്ച്, അവരെ പ്രബോധനം പറഞ്ഞ് ശുദ്ധീകരിക്കാൻ നമ്മളല്ല, വചനം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണം കിട്ടും. കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം അദ്ദേഹത്തിന് കിട്ടും. അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് കാശ് കിട്ടും, അത് കിട്ടുമെന്ന് ഓർത്തി ബഹുമാനിക്കരുത്. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ തമ്മിൽ ബഹുമാനിക്കണം. സഹോദര പ്രീതിയിൽ സായിപ്പുണ്ട്. അന്യോന്യം ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും.
ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ആത്മാവിൽ എരിവോടെ 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 ഒരു സ്വോത്രം പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാകണം. തരിയുടെയൊക്കെ കാണിച്ചിട്ട് പറയുന്ന സ്വോത്രത്തിന് സൂത്രം എന്ന് പറയുന്നതായിരിക്കും നല്ലതായത്. പലരുടെയും സ്തോത്രം സൂത്രമായി മാറിയിരിക്കുക. കൾട്ടുപദേശികളുടെ സ്തോത്രം മുഴുവൻ സൂത്രം. അവർ തികഞ്ഞ ആത്മാർത്ഥമായിട്ടൊരു സ്തോത്രം തന്നെ, ചുമ്മാ കൈ തൊടിച്ചു പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. സഹോദരപ്രീതിയിൽ തമ്മിൽ സായിമുണ്ട് ബഹുമാനിക്കുന്നതിൽ എൻ്റെ വലിയ മുന്നോട്ട്. ഉത്സാഹത്തിൽ പഠിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവ് ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ഇതൊക്കെ ഒത്തിരി നിർത്തി പറയേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി ക്ലിപ്പായിപ്പോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുക. സ്വതന്ത്രം ഇപ്പം തന്നെ 12-ാം അധ്യായം 6 ക്ലിപ്പായി. അത് ഒത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും വിഷയങ്ങളെ വിഴുകിക്കളയാൻ എനിക്ക് താല്പര്യവുമില്ല. ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ആത്മാവിൽ എരിവ് വരും നമുക്ക്. ആ എരിവ് നല്ല എരിവായിരിക്കണം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അവർ ഈ യഹൂദ ക്രിസ്ത്യാനികൾ എരിവ് കാണിക്കുന്നത് നിങ്ങളെ ന്യായപ്രമാണത്തിൽ അടച്ചിടാൻ, ആ എരിവല്ല. എനിക്കറിയാം ചില പകര സഹോദരന്മാർ എരിവ് കാണിക്കുന്നുണ്ട്. പ്രമാണം ലംഘിച്ച് കുറ്റിയൊക്കെ പൊട്ടിച്ച് ഒരു ഉപദേശവും ഇല്ലാതെ വല്ല ദുരുപദേശത്തിലൊക്കെ ചെന്ന് ചാടിയിട്ട് ഒരു സഹോദരൻ വന്ന് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു നമുക്ക് നിൽക്കാം, ഒരുമിച്ചിരിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട. കാരണം എന്താ? അനാവശ്യമായ കുറേ എരിവുകളിനിടയ്ക്ക് കയറി വന്നു ദുർബലേഷ്ടകന്മാരിൽ നിന്നൊക്കെ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും പിന്നെ ദൈവസഭ മഹോദര കാലത്തുകൂടി കടന്നു പോവുകയൊക്കെ ചെയ്യുന്നെന്നുള്ള ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തെ ക്യാൻസലാക്കേണ്ട കാലം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വചന വ്യവസ്ഥ വിട്ടുപോകുന്ന ഈ ഒരു മഹാനുമായിട്ട് നമുക്ക് കൂട്ടിയില്ല. ഇത് കോടീശ്വരനാണെന്ന് പറഞ്ഞാലും ശരി. കാരണം അവരത് തന്നിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് നമ്മളെ നടത്തുക ചെയ്ത്. ആരെങ്കിലും എന്തെങ്കിലും അവർ തന്നാൽ തന്നെ അത് കർത്താവിൻ്റെ ഒരു നന്മയാണ് നമ്മൾ കരുതും. അവരില്ലെങ്കിൽ വേറെ ആള്, ഇല്ലെങ്കിൽ പട്ടി കിടന്ന് ചാത്താലും ശരി ഈ കൊള്ളരുതാവത്തിനുമായിട്ട് കൈ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ആകണം വിശുദ്ധന്മാരെ. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ പഠിപ്പില്ല, ആത്മാവിലുള്ള കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. കഷ്ടപ്പെടുന്ന ഒരു സഹോദരനുണ്ടെങ്കിൽ ഒരു ചെറുവിരല് അവനോട് നമ്മൾ സഹിഷ്ണുത കാണിക്കണം. അവനൊന്ന് കൈത്താങ്ങണം, ഒന്ന് സഹായിക്കണം. അവൻ്റെ കഷ്ടതയിൽ അവനെ ഒന്ന് സഹായിക്കണം നമ്മൾ. ഹല്ലേലൂയ. അവൻ്റെ കഷ്ടതയിൽ അവനെ ഒന്ന് സഹായിക്കാനായിട്ട് നമ്മൾ മനസ്സ് വെക്കണം. കയ്യിൽ കാശില്ലെങ്കിൽ കടം വാങ്ങിച്ച് സഹായിക്കണം. അതൊക്കെയാ സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് അതൊന്നും ആത്മീയ കുളത്തിൽ ഇല്ലാതെ യുവാക്കളെ. 10 ചക്രമുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്ന പാസ്റ്റർമാരും 10 ചക്രം കിട്ടാനുള്ള ശുശ്രൂഷകളും വല്ലവരെയും മറത്തി അടിച്ചുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ ദൈവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വചനം പ്രസംഗിച്ച് നിത്യതയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. അതിഥി സൽക്കാരം. ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവരെ ഏത് വ്യക്തി ആയിക്കോട്ടെ അവരെ സൽക്കരിക്കുക, അവരോട് സ്നേഹത്തോടെ ഇടപെടുക. ദുരുപദേഷ്ടകന്മാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് കൈ കൊടുക്കരുത്. അത് യോഹന്നാൻ പറയുന്നുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനെ നിലനിൽക്കാതെ അതിന് വിട്ടു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ആ ഉപദേശത്തിൽ അതിന് വിട്ടു പോകുന്നു വന്നാൽ അവരുമായിട്ട് സംഗീതം കൂടണമെന്നോ അവരെ വിളിച്ച് അപ്പടം പായസം കൂട്ടി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പറഞ്ഞു വിട്ടേക്ക്, അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഉള്ള ചായ കൊടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സിൽ കൊടുത്തേക്കുക. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അവരുമായിട്ട് കുശലം പ്രശ്നം ചെയ്യരുത്. അതിനുമായിട്ട് കുശലം പ്രശ്നം ചെയ്താൽ അവൻ്റെ ദുഷ്പ്രവൃത്തി കൂട്ടാളികളല്ലോ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാനും നിങ്ങൾ പലപ്പോഴും അത് അനുസരിക്കാറില്ല. അത് ദൈവത്തിൽ കൃത്യവിലോപമാണെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാനത് വിടുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ശമിക്കാതെ അനുഗ്രഹിക്കുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യും. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നെങ്കിൽ എല്ലാം ചീത്ത പറഞ്ഞാൽ ഞാൻ കൈ ഉയർത്തി സ്തോത്രം ചെയ്യുന്ന ആളാണ്. എൻ്റെ സ്വർഗം ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് വലിയ വേദനകൾ എനിക്കുണ്ടായിട്ടുമുണ്ട്.
പച്ച ചീത്ത പറഞ്ഞിരുന്നവരെയും കൈ ഉയർത്തി സ്വോത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാൻ ആളുണ്ടായില്ലെന്നുള്ളതും വേദനയോടെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യും. കരയുന്നവരോട് കരയാൻ ആളില്ലെന്ന് ഇല്ലെന്ന് നമുക്കറിയാല്ല. കരയുന്നവരോട് കരയാൻ ആളില്ല, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ ആളുള്ളൂ. ഇന്ന് അപകടമാണ്. കരയുന്നവരോട് കണ്ണീരൊപ്പണം, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പണം. അതാണ് ക്രിസ്തീയ ജീവിതം. വിശന്നിരിക്കുന്നവർക്ക് അപ്പം നുറുക്കി കൊടുത്ത കർത്താവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാശ്വാസമായി നിൽക്കാൻ നിനക്ക് കഴിയണം. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. തമ്മിൽ സ്നേഹിക്കുന്നവരോ ജീവന് വെച്ചു കൊടുക്കുന്നതിന് അധിക സ്നേഹം ആർക്കും ഇല്ലെന്നാണ് കർത്താവ് പഠിപ്പിച്ചേ. പൗലോസ് പഠിപ്പിക്കുന്നുണ്ടത്. നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ നിന്നെ സ്നേഹിക്കുക. നിന്റെ ഈ അക്ഷരിക ബോഡിക്ക് വിശന്നാൽ ഭക്ഷണം കൊടുക്കുമല്ലോ, അതുപോലെ ഒരു കൂട്ടുകാരൻ അന്യജാതിക്കാരനായിക്കോട്ടെ, മതസ്ഥനായിക്കോട്ടെ, രാജ്യക്കാരനായിക്കോട്ടെ, കർത്തവനോ വെളുത്തനോ പണ്ഡിതനോ പാമരനോ കുജോലിനോ കുമാരനോ ആരുമായിക്കൊള്ളട്ടെ, വിശന്ന് വന്നാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നീ മടി കാണിക്കരുത്, ആട്ടിവിടരുത്. ഹല്ലേലൂയ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നു. എനിക്ക് എളിയ സഹോദരന്മാരുടെ കൂടുതൽ ഇഷ്ടം. വളരെ സന്തോഷത്തോടെ ഞാൻ പറയുക, പാപിടിച്ച സഹോദരന്മാരുടെ കൂടുതൽ എനിക്ക് സ്നേഹിക്കാൻ അവരോട് ഉള്ളിലൊരു പ്രേരണയുണ്ട്. എപ്പോഴും തുറന്ന് ഞാനങ്ങ് പറയുക. അത് കാശുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, ആ സ്നേഹം വേറെയാ. എന്നാൽ ഇത് പാവം പിടിച്ച സഹോദരന്മാരെ സ്നേഹിക്കുക. പൗലൂസിൻ്റെ ഒരു പ്രധാന ഉപദേശമാണ്, സാധുക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളണം. കർത്താവ് അത് ചെയ്തു, അപ്പോസ്തലന്മാരത് ചെയ്തു. ഇന്നത്തെ അപ്പോസ്തലന്മാർ 10 ചക്രമുള്ളവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലും മുടങ്ങാതെ. കാശിന് പോക്കില്ലാത്തവൻ്റെ വീട്ടിലോ അതുപോലെ മുടങ്ങാതെ ചെല്ലില്ല. അങ്ങനെയുള്ള പാസ്റ്റർമാരും വിശ്വാസികളുമായിരുന്നെങ്കിൽ ലോകം എന്തേ നന്നായി തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ഈ വിഷയം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. അവരെ വചനം വിളിക്കുന്നത് പോഷന്മാരെന്ന. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. ക്രൂശിൻ്റെ വചനം നശിച്ചുപോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. പോഷന്മാർക്കാണ് ഈ വചനം സ്വതന്ത്രം പോഷന്മാർക്കുമായിട്ട് തോന്നുന്നത്. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തി ഉണ്ടതിൽ. അവർ വചനം അയച്ചവരെ സൗഖ്യമാക്കും. വചനത്തിന് ശക്തിയുണ്ട്. വചനം പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ട് കുറ്റബോധം ഉണ്ടാകുന്നത്. കൊരിന്ത് പട്ടണത്തിൽ പോയി പൗലോസ് പ്രസംഗിച്ചപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾക്ക് പാപബോധമുള്ളവരായി അവർ രക്ഷിക്കപ്പെട്ടു വന്നു. അവർ പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിനെ പോലെയായി. അവരിൽ അപ്പോസ്തലന്മാരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞു, ക്രിസ്തുവിനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവവചന പ്രഘോഷണം ബുദ്ധി കൊണ്ടല്ല, ആത്മാവിലാണ് ചെയ്യേണ്ടത്. എൻ്റെ വചനത്തിൻ്റെ പ്രസവവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തി പ്രസരത്താൽ അത്രയായിരുന്നു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവനെ സംസാരിക്കുമ്പോഴാണ് ജനത്തിന് അത് അനുഗ്രഹമായി മാറുന്നത്. അല്ലെങ്കിൽ ജനത്തിന് അതൊന്നുമല്ല. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. കൊരിന്ത്യ ലേഖനത്തിൽ ചില പ്രസ്താവനകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത് ഞാനൊന്ന് വായിച്ചങ്ങൂടാ. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കണ്ടോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പൗലോസ് പഠിപ്പിച്ചു വെക്കുക. അവിടെ
യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് മോശത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ജ്ഞാനമേതായ യേശു ക്രിസ്തു, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ യേശു ക്രിസ്തു, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ യേശു ക്രിസ്തു. പെന്തോക്കോസ്ത് സമൂഹമേ, മനസ്സിലാക്ക്. പഠിച്ച് അറിവ് നേടുന്നത് നല്ലതാണെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണമെന്ന് ഒന്ന് കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. ഞാനും സഹോദരന്മാരെ, നേടുകൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയും ദൈവത്തിൻ്റെ സാക്ഷ്യത്തോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രയായിരുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് രക്ഷയാണ്, വിടുതലാണ്. ലോകത്തിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി, മറ്റൊരുത്തിൽ രക്ഷയില്ലാതെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിടിപ്പടിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. അമേരിക്കക്കാരനും ലണ്ടൻകാരനും അറേബ്യക്കാരനും ഏത് മനുഷ്യവർഗത്തിൽപ്പെട്ടവനും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ വഴി, ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വിശ്വാസത്താൽ കിട്ടുന്ന നീതീകരണം പ്രാപിച്ചവൻ ദൈവകൽപ്പന അനുസരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവമക്കളായി തീരുന്നു. അതാ വചനവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കൾക്കാണ് ദൈവരാജ്യം, അല്ലാതെ തെന്തല പണി നടക്കുന്നവർക്കല്ല. വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ച് കളഞ്ഞ് വായി തോന്നുമൊക്കെ പ്രസംഗിച്ചു കൂട്ടി ആത്മരക്ഷ നേടാമെന്ന് ശ്രമിക്കുന്നെങ്കിൽ തെറ്റി. ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണെന്ന് വേറൊരു ഭാഗം കൂടി പറയുന്നുള്ളൂ, ഞാനത് കൂടി വായിക്കാം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായി ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകം സൃഷ്ടിക്കും മുൻപേ നമ്മുടെ തേജസ്സിനായി ഉല്ലയിപ്പിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. ഏതായി ദൈവത്തിൻ്റെ ജ്ഞാനം? അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ലെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഏതായി ദൈവത്തിൻ്റെ ജ്ഞാനം? തേജസ്സിൻ്റെ കർത്താവ്. ലോകജ്ഞാനം പ്രാപിച്ച് ദൈവവചനം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന റവറന്റുമാരും ഡോക്ടർമാരെ പൗലൂസ് പഠിപ്പിക്കുന്നു, ഒന്ന് പഠിക്കേ. വെറുതെ ആയുസ് നഷ്ടപ്പെടുത്തി കളയാതെ. ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചവനാണ്. 5 വർഷം ബൈബിൾ കോളേജ് പഠനം പൊത്തോ ഇവിടെ വെച്ച് എഴുതി, ആരെഴുതി, എന്തിനെഴുതി, അതിലപ്പുറം ഒരു പഠനമൊന്നും ബൈബിൾ കോളേജ് തരുന്നില്ല. ബൈബിൾ കോളേജൊക്കെ നല്ലതാണെങ്കിലും ഇന്നത്തെ ബഹുഭൂരിപക്ഷം ബൈബിൾ കോളേജും അതും ഒരു കച്ചവടച്ചരക്കായി മാറി. 10 ചക്രം ഉണ്ടാക്കാൻ, വിദേശ നന്മ ഉണ്ടാക്കാൻ ബൈബിൾ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. എല്ലാവരുമല്ല, ഒരു ന്യൂനപക്ഷം സത്യസന്ധതയോടെ നടത്തുന്നുണ്ട്. അതിന്ന് കാണാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഇത് മുഴുവൻ കച്ചവടച്ചരക്കായി മാറി. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇവിടെ പൗലോസ് പഠിപ്പിച്ചത്, സ്തോത്രം, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് ആരും വിചാരിക്കരുത്. ആരാ ബുദ്ധിമാന്മാർ? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻപട ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീടില്ല. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിച്ച് ക്രിസ്തു ജീവിതം കെട്ടിപ്പണി ചെയ്തെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവരെല്ലാം ബുദ്ധികെട്ടവന്മാരാണ്, പോഷന്മാരാണ്. ഇത് പോഷന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ആത്മീയകോളം. ദൈവമക്കളെ, അങ്ങനെ ആകരുത്. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് ആരും വിചാരിക്കരുത്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകമനുഷ്യരോടും സമാധാനമായിരിക്കും. എല്ലാ മനുഷ്യരോടും നമ്മൾ എന്ത് ചെയ്യണം? സമാധാനമായിരുന്നു. ഞങ്ങളുടെ ഒരു കൂട്ടു സഹോദരനുണ്ട്, ജോസ്. എല്ലാവരോടും സമാധാനമായിരിക്കാൻ പറയും. സമാധാനം ആചരിച്ചോണം, ആരോടും പിണക്കൊന്നുമില്ല. ദുരുപദേശം പറയുന്നവരോടും വഴക്കില്ല, പിണക്കില്ല, സമാധാനം ആചരിച്ചോണം. നീ പറയുന്ന ഉപദേശത്തെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല, അത് കണ്ടിക്കുക തന്നെ ചെയ്യും, പക്ഷെ നിന്നോടൊരു സമാധാനക്കേടുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കാണുന്ന ഈ ആത്മീയ ഗുണത്തിൽ കാണുന്ന ചെറുപ്പക്കാർ, മീശ വിളയ്ക്കാത്തവരും മീശ വിളച്ചവരും താടി വെച്ചവനും പൂച്ചാൻ താടി വെച്ചവനും എല്ലാം ചിന്തിച്ചോണം.
അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചനുസരിച്ച് മര്യാദയ്ക്ക് ആ വചനം പ്രസംഗിച്ച് ജനത്തെ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജനത്തിനും നിത്യത പ്രാപിക്കാൻ കഴിയില്ല. 100% പറയും. യാതൊരു സംശയമില്ലാത്ത കാര്യം. കറ തീർന്നുള്ള വർത്തമാനം ഇത്. പഴുതടച്ചുള്ള പറച്ചിലാണിത്. ഒരു പഴുതുമില്ല ഇതിന്. രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല പ്രിയമുള്ളവരെ. അതിനാണ് ഉപദേശം, അതിനാണ് ഈ പഥ്യവചനം, അതിനാണ് ഈ പഥ്യോപദേശം. ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രസംഗിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് പല തത്വജ്ഞാനം പ്രസംഗിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. കേരളത്തെ കിടുകിട വിറപ്പിച്ചൊരു പാസ്റ്റർ അപ്പോസ്തലോദേശം എന്നും പറഞ്ഞ് പുള്ളി ക്ലിപ്പിറക്കി ഇൻ്റർനെറ്റിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ പ്രസംഗങ്ങൾ വന്നു. കേട്ട് നോക്കിയിട്ട് അപ്പോസ്തലോദേശം പുള്ളി വായി തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോസ്തലോദേശം ആരും ബന്ധവുമില്ല, വെറും തത്വജ്ഞാനം പറിച്ചില്ല. അതുകൊണ്ട് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തന്നെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. വാക്കിനാൽ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകം 1 മുതൽ 28 അധ്യായം. ലേഖനത്താലുള്ള പ്രമാണം റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ തന്ന 2 തെസ്സലോനിക്കർ 2:15 ഞങ്ങൾ വാക്കിനാലോ ഞങ്ങൾ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളണം. ഈ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം മുറുകെ പിടിച്ച് അത് സഭയിൽ പ്രസംഗിച്ചാൽ ഇന്നത്തെ കൾട്ടുകളെല്ലാം ഔട്ട്. അവരുടെ വാ മൂടിക്കെട്ടേണ്ടതാകുന്നു. വിച്ഛേദനക്കാരുടെ വായടയ്ക്കണം. എന്തുകൊണ്ട്? പഥ്യവചനം കൊണ്ട്, പഥ്യോപദേശം കൊണ്ട്. ഏറ്റവും വലിയ ശുശ്രൂഷകനായ പൗലൂസ് പറഞ്ഞത്, ഞാനൊരു അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു മാംസ കഷ്ണമാണ് ഞാനൊരു അകാല പ്രജ. ഞാനാകുന്നത് കൃപയാൽ. ഇന്ന് രാവിലെ ആ വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇപ്പം കൂടി ഒന്ന് വായിച്ചിട്ട് ഇത് കൺക്ലൂഷൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ലോകരെല്ലാം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കോണം. ആ പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ സ്വോത്രം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. ഇങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങളെ ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവൻ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ, KJV ട്രാൻസ്ലേഷൻ വായിച്ചു പഠിക്ക്. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് പ്രസവിച്ച് വീണ മാംസപിണ്ഡം താൻ തന്നെ വെളിപ്പെടുത്തുക. അപ്പോഴാണ് ഇവിടെ ചില പാസ്റ്റർമാർ മാറി നിന്ന്, ഞങ്ങൾ റവറൻഡ്, ഞാൻ ഡോക്ടർ, ഞാൻ സെക്രട്ടറി, നീ കുക്കട്ടറി, ഞാൻ ഖജാൻജി, താട്ടിപ്പും വെട്ടിപ്പും ചതിയും വാഞ്ചനയും നടത്തിക്കൊണ്ട് എന്തിനീ വേഷം കെട്ട് നടത്തുന്നു? വലിച്ചെറിഞ്ഞ് കളയും ഈ പദവികളൊക്കെ. പൗലൂസിനോടൊപ്പം ചേരെ. അകാലപ്രജ, എനിക്കൊന്നും പറയാനില്ല, വേസ്റ്റാണ് ഞാൻ, കുഴിച്ചു മൂടാനേ എന്നെ കൊണ്ടുകൊള്ളത്തുള്ളൂ. എങ്കിലും ഞാനാകുന്നത് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിലും യോഗ്യനല്ല. എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. എത്ര മനോഹരം! നമ്മളിൽ ആരും ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കല്ലേ കേട്ടോ. എൻ്റെ വചനത്തിൻ്റെ പ്രസവവും ജ്ഞാനത്തിൻ്റെ വശീല വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. പത്രോസിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ പത്രോസ് പ്രസംഗിച്ചു. ആത്മശക്തിയോടെ സ്തേഫാനോസ് പ്രസംഗിച്ചു. ഫിലിപ്പോസ് പ്രസംഗിച്ചു. പൗലൂസ് പ്രസംഗിച്ചു.
കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, ആ പാത തന്നെ നമ്മൾ പിന്തുടർന്നാൽ മതി, മറ്റൊന്നാകരുത്. ആയാൽ സാത്താൻ നിന്നെ തകർത്ത് കളയും. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവനോട് എതിർത്തേൽപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരോടും സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. ഇപ്പം നമ്മൾ തന്നെ പ്രതികാരം ചെയ്യല്ലേ? ഒരു സംഘടനക്കാരൻ മറ്റേ സംഘടനക്കാരൻ കോടതിയിൽ വക്കീലിനെ വെച്ച് രക്ഷിക്കപ്പെട്ട വക്കീലിനെ വെച്ച് കേസ് വാദിക്കുമ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്? ഈ വചനം കേട്ട് തിരിയെങ്കിലും തിരുത്ത. സ്വത്രം. പ്രതികാരം ചെയ്യാതെ ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവല്ലോ. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം തീക്കനൽ കുന്നിക്കാൻ വേണ്ടി ദാഹിക്കാനും കുടിക്കാനും കൊടുക്കുകയും ചെയ്യരുത്. അതും ഉടായ്പാണ്, മനസ്സിലായിക്കോളും. അങ്ങനെ ചിലർ ചെയ്യരുത്. നിർമ്മല മനസ്സോടെ അവരെ ചെയ്യണം. ഞാൻ ചിലരെയൊക്കെ വഴക്കൊക്കെ പറയും ചില സമയം. പക്ഷെ അത് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും. പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടൊക്കെ പറഞ്ഞെന്ന് വരും, സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ. പക്ഷെ അത് കഴിയുമ്പോൾ മറന്നു. ആ സമയത്ത് പിന്നെ ആ പകയും വിദ്വേഷമൊന്നും ഇല്ല. ഉപദേശം തെറ്റിച്ച് കളയുന്നവരായിട്ട് കൂട്ടായ്മയില്ല. അത് വേറെ കാര്യം. അവരോട് പകയില്ല, വിദ്വേഷമില്ല, കൂട്ടായ്മയില്ല, സഹകരണമില്ല, ടോക്കില്ല. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണപ്പെട്ട് ക്രമക്കെട്ട് നടക്കുന്ന ഏത് സഹോദരനോട് അകന്നുകൊള്ളണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അവസാനമായിട്ട് എഴുതിയിരിക്കുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ട്രംപിനെ ഞാൻ വിമർശിക്കാനിടയായത് പ്രധാന കാരണം നന്മ കൊണ്ടല്ല തിന്മയെ ട്രംപ് എതിർക്കുന്നത്. ഭീകരന്മാരെ ചുട്ടുകരിക്കുമെന്ന് പറയുമ്പോൾ പുസ്തകത്തിനെതിരല്ലേ ട്രംപ് ചെയ്യണത്? പുസ്തകം പ്രസിക്കുന്നെങ്കിൽ പ്രതിസാധനമൊക്കെ വലിച്ചെറിഞ്ഞ് കളയട്ടെ. ചുമ്മാ വായി തോന്നുന്നു പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ കുറച്ച് പേര് കാണും, ഞങ്ങളൊന്നും കേൾക്കത്തില്ല. ബൈബിള് പൊക്കി പിടിച്ച് ഞാൻ ബൈബിളിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരുടെ വചനം പ്രമാണിക്കുമെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ബൈബിള് പൊക്കി പിടിച്ച് ലോകശ്രദ്ധ ആകർഷിക്കാൻ ഈ ഇടയ്ക്ക് പറയുണ്ടായി, ക്രിസ്ത്യാനികളെയാണ് ഏറ്റവും കൂടുതൽ തൻ്റെ മന്ത്രിസഭയിലും സെനറ്റിലും ഒക്കെ നിയമിച്ചിരിക്കുന്നത്. അത് ഒരാളത്ത് പറയാ, കത്തോലിക്കരെ തന്നെ നിയമിച്ചപ്പോൾ താൻ പറഞ്ഞത് യാഥാർത്ഥ്യമായി തീർന്നെന്ന്. ആ പ്രസ്താവന എങ്ങനെയുണ്ട്? കത്തോലിക്കരെ നിയമിച്ചപ്പോൾ. ഇതൊക്കെ വെറും ബാലിശമായ വാക്കുകളാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളടുത്തങ്ങ് കളയുക ചെയ്യുന്നത്. നമുക്കിതൊന്നും വേണ്ട. ബില്ലി ഗ്രഹാമിനോട് എന്താ പറഞ്ഞത്? ജനം പറഞ്ഞല്ലോ, നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം. നോ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വലിയ ആളായിട്ടാണ് ഈ മഹത്തരമായ ശുശ്രൂഷ ചെയ്യുന്നത് എന്നാ പറഞ്ഞില്ലേ? അദ്ദേഹത്തിന് ശുശ്രൂഷയെ വിമർശിക്കുന്നവരോട് എന്തുമായിട്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വലിയൊരു പദവിയാണ് ഒരു സുവിശേഷകൻ, ഒരു ഇവാഞ്ചലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ. അതിൻ്റെ മഹത്വം കളഞ്ഞു കുളിച്ചില്ലേ? നമ്മുടെ മലയാളി പാസ്റ്റർമാരെല്ലാം ഈ യഥാർത്ഥ ദൈവദാസന്മാരെന്നുള്ള ശുശ്രൂഷയുടെ മഹത്വം കളഞ്ഞു കുളിക്കുക. താറാവിൻ്റെ പുറകെ നടന്നവരും, കാക്കാശിന് പോക്കില്ലാത്തവരും, അന്നത്തിന് വകയില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ, കിടക്കാൻ വീടില്ലാതെ, വാടക വീട്ടിൽ കിടന്നവരൊക്കെ പുസ്തകം കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ നന്മകൾ വന്നു. നന്മ വന്നപ്പോൾ നന്മ കൊടുത്തവൻ്റെ പുറകെ പോകാതെ നന്മയുടെ പുറകെ പോയി. എങ്ങനെ നന്മ പ്രാപിക്കാമെന്നായി. അവസാനം സാത്താൻ്റെ വായിലായി. ഇതല്ലേ സംഭവിച്ചത്? അതുകൊണ്ട് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷവും മൂലമല്ലോ. ഇത് എന്ത് ചെയ്യണം? ഇത് വിട്ടൊഴിയണം. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടെടുത്ത് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോട്. ഏകസി ദ്രവ്യാഗ്രഹത്തിൻ്റെ പിറകെ ഓടി. എന്താ പറ്റി? പാപകുഷ്ഠത്താൽ ആ മനുഷ്യൻ നശിച്ചുപോയി. കുഷ്ഠം പുതിയ നിയമത്തിൽ പാപമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പാപം ചെയ്ത ദേഹി മരിക്കും. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, അത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യാൻ? അത് പലരും വേണ്ട രീതിയിൽ പറയാറില്ല. ഞങ്ങളത് അങ്ങനെ തന്നെ പറയാറുണ്ട്. കാരണം അത് തെറ്റിച്ച് പറയാൻ പാടില്ല. നീ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പൂർവ്വരുത്തുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നീ അതിനായി വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും ധർമ്മവ്യാധിനുമായി കൽപ്പന
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. സ്തോത്രം. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന പദം 1 തീമോഥെയോസ് 6 2 ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നു. 19 നിത്യജീവനെ പിടിച്ചുകൊള്ളുക, 12 നിത്യജീവനെ പിടിച്ചുകൊള്ളുക, 19 സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. എന്താ ഈ സാക്ഷാലുള്ള ജീവൻ? എന്താ നിത്യജീവൻ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. പ്രമാണം പിടിവിട്ട മോശയ്ക്ക് വന്നത് വരും. ശുശ്രൂഷ അവിടെ വെച്ച് നിർത്തിയിട്ട് വേറെ ആളെ ഏൽപ്പിക്കും ശുശ്രൂഷ. പ്രമാണം തെറ്റിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ശിക്ഷയുണ്ട് ദൈവമക്കൾ. ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല. മഹത്തരമായ ശുശ്രൂഷ ചെയ്ത് കനാൻ ദേശത്തിൽ കാലുവെക്കാൻ കഴിയാത്തത് വേദപണ്ഡിതന്മാർ പറയുന്ന കർത്താവിന്റെ പ്രമാണം ലംഘിച്ചു. ഹല്ലേലൂയ. ഹോമനേസ് വലസേന്ദ്രം വിശ്വാസ കപ്പൽ തകർന്നു പോയത് എന്തുകൊണ്ട്? ദൈവപ്രമാണം ലംഘിച്ചു. യൂദ എന്തുകൊണ്ട് തെറ്റിപ്പോയി? ഹോമനേസ് വലസേന്ദ്രം എന്തുകൊണ്ട് തെറ്റിപ്പോയി? പല സഹോദരന്മാരും എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു? പ്രമാണം മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും പത്യോപദേശവും മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെയും ഞാൻ നല്ല മുറുമരുന്ന് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയാനുള്ള ആത്മീക നിലവാരത്തിൽ നിലനിന്ന് ജീവിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങി വിശുദ്ധിയോടെ നിർമ്മലയോടെ കാത്തിരിക്കുവാൻ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ പ്രബോധനങ്ങൾ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വരങ്ങളാന്തമേ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.